അല്ലേലും നമ്മൾ മലയാളികൾ ഇങ്ങനെയാണ്, കൂട്ടത്തിലൊരുത്തൻ നന്നാവുന്ന ഒരുത്തനും പിടിക്കില്ലാന്നേ. ഈ മാസം മുതൽ നന്നാവണം, ഡയറ്റ് എടുക്കണം, തടി കുറയ്ക്കണം എന്നൊക്കെ വിചാരിച്ചതാണ് ഞാൻ. ദേ കിടക്കുന്നു എൻ്റെ കൂട്ടത്തിലുള്ള എല്ലാവരും കൂടെ നല്ലൊരു ബർത്ത്ഡേ പാർട്ടി അങ്ങോട്ട് പ്ലാൻ ചെയ്തു. പറഞ്ഞു വരുമ്പോൾ നിങ്ങൾ വിചാരിക്കും എൻ്റെ ബർത്ത്ഡേ പാർട്ടിയാണ്, പക്ഷെ അല്ല കേട്ടോ. ഇന്ന് നമ്മൾ ആഘോഷിക്കുന്നത് 3 പേരുടെ ബർത്ത്ഡേ ആണ്. ഏപ്രിൽ ബേബീസ് ആയിട്ടുള്ള കണ്ണൻ്റെയും അഞ്ജുൻ്റെയും റോമി ചേട്ടൻ്റെയും ബർത്ത്ഡേ നമ്മൾ ഒരുമിച്ച് ആഘോഷിക്കാം എന്നുള്ളൊരു തീരുമാനത്തിലെത്തി. അങ്ങനെ ഈ ഒരു ബർത്ത്ഡേ സെലിബ്രേഷനിലാണ് കേട്ടോ. അപ്പോൾ കേക്കൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മളിതാ ഫുഡിലേക്ക് കിടക്കുകയാണ്. ഇപ്രാവശ്യത്തെ സെലിബ്രേഷന് മറ്റൊരു പ്രത്യേകതയും കൂടി ഉണ്ട്. സാധാരണ നമ്മൾ വീട്ടിലെല്ലാവരും കുക്ക് ചെയ്യാറാണ് പതിവ്. പക്ഷേ ഇപ്രാവശ്യം സ്ത്രീജനങ്ങളൊക്കെ ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ, നമുക്ക് പുറത്തുനിന്ന് ഓർഡർ ചെയ്യാം എന്നുള്ളൊരു പ്ലാനിലെത്തി. സോൾട്ട് മാംഗോ ട്രീ റെസ്റ്റോറൻറ്റിൽ നിന്നാണ് കേട്ടോ ഇന്നത്തെ ഫുഡൊക്കെ നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളത്. നല്ല വറുത്തരച്ച ചിക്കൻ കറിയും ഗീ റൈസും പിന്നെ BDF-ഉം നാട്ടിലെ ചില്ലി ചിക്കൻ എന്ന് പറയുന്ന ഇവിടുത്തെ ചിക്കൻ 65-ഉം പിന്നെ അച്ചാറും സാലഡും ഒക്കെ ആയിട്ട് ഒരു ഗംഭീര ഫുഡായിരുന്നു കേട്ടോ. ഈ ഒരു വറുത്തരച്ച ചിക്കൻ കറിയെക്കുറിച്ച് എടുത്തു പറയേണ്ട സാധനമാണ്. കാരണം ഞാനിവിടെ വന്നിട്ട് ആദ്യമായിട്ടാണ് ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ള വറുത്തരച്ച ചിക്കൻ കറി കഴിച്ചിട്ടുള്ളത്. നാട്ടിൽ നിന്ന് പല ഹോട്ടലിൽ നിന്നും അല്ലെങ്കിൽ വീട്ടിലമ്മയും അച്ഛനും ഒക്കെ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടെങ്കിലും ഇത്രയും ടേസ്റ്റോട് കൂടിയിട്ട് ഞാൻ ഇവിടെ വന്നിട്ട് ഇതുവരെ വറുത്തരച്ച ചിക്കൻ കറി കഴിച്ചിട്ടില്ല കേട്ടോ. എനിക്കത് കഴിക്കുമ്പോൾ ഇപ്പോൾ ഇത് പറയുമ്പോൾ പോലും എനിക്ക് വായിൽ വെള്ളം വരുന്നുണ്ട്. ഈ ഒരു വറുത്തരച്ച ചിക്കൻ കറിയെക്കുറിച്ച് എത്ര പറഞ്ഞാലും എനിക്ക് മതിയാവില്ല കേട്ടോ. അസാധ്യ ടേസ്റ്റായിരുന്നു. ആ പൂ പോലത്തെ ഗീ റൈസിലേക്ക് വറുത്തരച്ച ചിക്കൻ കറിയിൽ നിന്ന് ഒരു കഷ്ണം എടുത്ത് നമ്മുടെ ചിക്കൻ 65-ൻ്റെ ഒരു പീസും BDF-ൻ്റെ ഒരു പീസും എല്ലാം കൂടി എടുത്തിട്ട് അങ്ങ് വായിൽ വയ്ക്കുമ്പോണ്ടല്ലോ സ്വർഗം എന്ന് പറഞ്ഞാൽ സത്യമായിട്ടും ഇതാണ് കേട്ടോ. ഞാനിങ്ങനെ ആസ്വദിച്ച് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ കണ്ണൻ എന്നെ വന്ന് ഡിസ്റ്റർബ് ചെയ്യുക. അതിൻ്റെ ഒപ്പം ഞാനിതാ ഒരു ജ്യൂസൊക്കെ കുടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ നമുക്ക് ഡയറ്റും നന്നാവലൊക്കെ അടുത്ത ദിവസത്തെ അങ്ങോട്ട് ആക്കാമല്ലേ. അപ്പോൾ ശരി, പിന്നെ കാണാം കേട്ടോ.